വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കുനാഫയാണ്. അത് ഹോം മെയ്ഡായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത കുനാഫ ഡോ വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ കുനാഫ ഡോ തയ്യാറാക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുനാഫയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കുഞ്ഞു ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമുക്കതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് അരക്കപ്പ് ഷുഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് തിളച്ച് ഉരുകി വരുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഷുഗറൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഷുഗറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉരുകി വന്നതിന് ശേഷം 2 സ്പൂൺ കോൺഫ്ലവർ നമുക്ക് പാലിൽ കലക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫ്രഷ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ നമ്മുടെ കയ്യിൽ ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു നല്ലൊരു ടെക്സ്ചർ കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. കോൺഫ്ലവർ ഒഴിച്ചതിന് ശേഷം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. നല്ല രീതിയിൽ ഒന്ന് കുറുകി വരുന്നവരെ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് ഉരുകി നല്ല രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം ഇപ്പോഴത്തേക്ക്. ഇനി നമുക്ക് കുനാഫ ഡോ എടുക്കാം. കുനാഫ ഡോ ഞാൻ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കി എടുത്തതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതായത് നമ്മൾ സേമിയയുടെ ആ ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കുനാഫ തയ്യാറാക്കുന്ന കപ്പ് കേക്കിൻ്റെ ഷേപ്പിലാണ്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 സ്പൂണ് ബട്ടർ അല്ലെങ്കിൽ 1.5 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കുക. ബട്ടർ എല്ലാം ഒന്ന് ഇതിലേക്ക് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളറോ അല്ലെങ്കിൽ റെഡ് ഫുഡ് കളറോ ഒന്ന് ചേർത്ത് കൊടുക്കാമെന്നാണ്. ഒരുപാട് ചേർക്കാൻ പാടില്ല, ഒരു നുള്ളേ ചേർക്കാൻ പാടുള്ളൂ. കാരണം ഇത് കുക്കായി വരുമ്പോഴത്തേക്കും ആ ഒരു കളറ് എടുത്ത് വരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ നന്നായിട്ടെല്ലാം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലത്തെ കപ്പാണ് എടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ കപ്പ് കേക്ക് മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ പേപ്പർ കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനെ ഞാൻ പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുനാഫ ഡോ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാത്തിലും ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ മിൽക്ക് പുഡിങ് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ വെച്ച് നമുക്ക് എല്ലാത്തിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എല്ലാത്തിലും ഞാനൊന്ന് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലാക്കി ബാക്കിയുള്ള കുനാഫ ഡോ കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഞാനിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിനകത്താണ് ഞാനിത് വെക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഉപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഒരു പാത്രം വെച്ചതിന് ശേഷമാണ് ഞാനിത് ഇറക്കി വെക്കുന്നത്. ഒരു 15 to 20 മിനിറ്റ് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ റെഡിയാവുന്നതാണ്, വളരെ ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് അടച്ചിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കീറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കപ്പിൽ നിന്ന് വിട്ട് കിട്ടുന്നതായിരിക്കും. ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ഇനി നമുക്ക് ഷുഗർ സിറപ്പും പിസ്തയോ ബദാമോ എന്തെങ്കിലും പൊടിച്ചതുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കുനാഫ ഡോ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള വിഭവങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.